1988 വിവാഹം. അടുത്ത് തന്നെയുള്ള കേരളശ്ശേരിയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരനാരായണൻ. 30 കൊല്ലത്തിൽ കൂടുതൽ അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നു. എൻ്റെ പേര് ശങ്കരനാരായണൻ. ശരിക്കെൻ്റെ സ്വദേശം കേരളശ്ശേരിയാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ കോങ്ങാടിൻ്റെയും മണ്ണൂരിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു ഗ്രാമീണ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേരളശ്ശേരി. 1988 ശേഷം ഞങ്ങൾ ഒന്നിച്ചാണ്. 2 ആമക്കളാണ്. മൂത്ത ആളുടെ പേര് പ്രശാന്ത് എന്നാണ്. പ്രശാന്ത് ഖത്തർ എയർവേസിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ കുടുംബസമേതം ഖത്തറിലാണ്. ചെറിയ ആൾ സുദീപ് എന്നാണ് പേര്. സുദീപ് സിവിൽ എഞ്ചിനീയറാണ്. അവൻ്റെ സ്വന്തം പ്രാക്ടീസായിട്ട് നടക്കുകയാണ്. 2 ആളും വിവാഹിതരാണ്. എഴക്കാട് വന്നിട്ട് ഞങ്ങൾ ഈ സ്കൂളിൽ ടീച്ചർക്ക് ജോലി ഉണ്ടാകുകൊണ്ട് ഞങ്ങൾ എഴക്കാട് സ്ഥലം വാങ്ങി വീട് വെച്ചാണ് ഈ വീട്. ഇപ്പോൾ 91 ഞങ്ങൾ ഇവിടെ ജീവിതം ആരംഭിച്ചത്. ഞാൻ കോട്ടയ്ക്കൽ ആര്യശാല ജീവനക്കാരനായിരുന്നു. 36 വർഷത്തിലധികം ആര്യശാലയിൽ ജോലി ചെയ്തു. അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ വള്ളിക്കോട് എന്ന സ്ഥലത്ത്, വള്ളിക്കോട് എന്ന് പറഞ്ഞാൽ മുട്ടിക്കുളങ്ങര ജംഗ്ഷനാണ്, അവിടെ കോട്ടയ്ക്കൽ ആര്യശാല ഡീലർഷിപ്പ് എടുത്ത് അവിടെ ജോലി ചെയ്ത് വരികയാണ്. എഴുത്തിലേക്ക് കടന്നത് എങ്ങനെയാ വെച്ചാൽ എല്ലാ മാസവും പ്രതിമാസം അറിവരങ്ങ് വായനശാലയിൽ, ശാന്തിസേന വായനശാലയിൽ അറിവരങ്ങ് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ രവിചന്ദ്രൻ മാഷ്, കോങ്ങാട് ജിപിയിൽ വർക്ക് ചെയ്ത മാഷ് വന്നിട്ട് പ്രിയ എസിൻ്റെ ഒരു കഥ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കും എന്തുകൊണ്ട് കഥ വായിച്ചുകൂടാ, അങ്ങനെ തന്നെ സ്വന്തം കഥ തന്നെ വായിക്കാലോചിച്ചിട്ട് ഞാൻ കുറച്ച് കഥകൾ എഴുതിയുണ്ടാക്കി. അത് പുസ്തകമാക്കി വായനശാലയിൽ പ്രകാശനം ചെയ്യുകയും പിന്നീടാണ് ഞാൻ കഥ ലോകത്തേക്ക് ഇങ്ങനെ എഴുതാൻ തുടങ്ങിയത്. പിന്നെ കഥകളിൽ നിന്ന് കവിതയിലേക്ക് കടന്നു. ദേശാഭിമാനി നടത്തിയൊരു മത്സരം, അതിൽ ഞാൻ എൻ്റെ മൂവാണ്ടന്മാവ എന്നുള്ള കവിത ചൊല്ലിയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടുകയൊക്കെ ഉണ്ടായി. പിന്നെ ടീച്ചേഴ്സിൻ്റെ മത്സരം, KSTA നടത്തുന്ന ഓൺ ദ സ്പോട്ട് രചനാ മത്സരം, കവിത എഴുത്തിൽ എനിക്ക് 2-3 പ്രാവശ്യം പങ്കെടുത്തു. ആ അവസരങ്ങളിലെല്ലാം മികച്ച സ്ഥാനം കിട്ടിയിരുന്നു. പിന്നെ വിഷുപ്പതിപ്പ് ലൈബ്രറി, ജില്ലാ ലൈബ്രറി നടത്തിയ വിഷു കവിതാ മത്സരത്തിൽ 3 പ്രാവശ്യം എനിക്ക് സമ്മാനം ട്രോഫിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് നല്ല നല്ല പ്രോത്സാഹനങ്ങൾ എഴുത്തു മേഖലയിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നും എനിക്ക് എപ്പോഴും ഒരു സ്ഥാനം അവർ തരുന്നുണ്ട്. അതാണ് എൻ്റെ പ്രോത്സാഹനം. ടീച്ചറെ, ഈ കുട്ടികളോട്, പഴയ കുട്ടികൾ പലയിടത്തും വെച്ച് ഇപ്പോൾ കണ്ടുമുട്ടാറുണ്ടാവുമായിരിക്കും അല്ലേ? പഠിപ്പിച്ച പഴയ കുട്ടികളെ, പല ജോലികളായ കുട്ടികളുണ്ടാവും. അപ്പോൾ കുട്ടികളെ കണ്ടുമുട്ടുമ്പോൾ പഴയ ടീച്ചറെ കാണുമ്പോൾ ആ കുട്ടികൾക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ ഒരുപാട്? എൻ്റെ കല്യാണങ്ങൾക്ക് പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും എല്ലാം ഈ പ്രദേശത്തുള്ള, ഇവിടെ തന്നെ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇവിടെ തന്നെ താമസിക്കുകയും ഇവിടുത്തെ കുട്ടികളായതുകൊണ്ട് എല്ലാ അവസരങ്ങളിലും ഇപ്പോൾ നമ്മളൊരു മാരേജ് ഫങ്ഷനോ അല്ലെങ്കിൽ അമ്പലത്തിൽ അവർ ഓടി വരും. അവർ അമ്മമാർ, രക്ഷിതാക്കൾക്കൊക്കെ പഴയ സ്നേഹം ഇപ്പോഴും അവരെന്നോട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കുട്ടികൾ ഓടി വരും, സുഖമല്ല, അവർ ഇപ്പോൾ പഠിച്ച് അവരൊക്കെ കുറേ കുട്ടികൾ ഗൾഫിലും ഒക്കെ പോയി ആൺകുട്ടികളൊക്കെ ജോലി ചെയ്യണു, പെൺകുട്ടികൾ നല്ല നല്ല പൊസിഷനിലെത്തിയ കുട്ടികളുണ്ട്. അവരെല്ലാം ഇപ്പോഴും കാണുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ടീച്ചർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അംഗീകാരം. ടീച്ചറെ, ഈ കുട്ടികൾക്ക് ടീച്ചറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ടീച്ചറിൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? 9947510635. ഈ നമ്പറിൽ വിളിച്ചാൽ ഏത് സമയവും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാവുന്നതാണ്. നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിറക്കൂട്ട്. ഞാൻ എഴുതിയ നവകേരളം, അതായത് കേരളം പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. കോവിഡ് എന്ന മഹാമാരി വന്നു, പിന്നീട് പ്രളയം വന്ന് ധാരാളം ദുരന്തങ്ങൾ സംഭവിച്ചു. ആ സമയത്ത് കേരളത്തിൻ്റെ ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടി സമൂഹം വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതിയൊരു നവകേരള ഗാനമാണ് 4 വരി ചൊല്ലുന്നത്. പുതിയൊരു പുലരി പിറന്നു, നവകേരളം വളർന്നു, മലയാളത്തിൻ മണിമുറ്റത്ത് മാനവ സ്നേഹമുണർന്നു.
പുതിയൊരു പുലരി പിറന്നു, നവകേരളം വളർന്നു, മലയാളത്തിൻ മണിമുറ്റത്ത് മാനവ സ്നേഹമുണർന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ സെൻറ്റ് ഡൊമിനിക് AUP സ്കൂൾ എഴക്കാടുള്ള സ്കൂളിൻ്റെ അനുഭവങ്ങളൊക്കെ ടീച്ചർ പങ്കുവയ്ക്കുകയായിരുന്നു. രജനി ടീച്ചർ കുട്ടികളുമായിട്ടിങ്ങനെ കളിച്ച് ചിരിച്ച് വളർന്ന് പാട്ടുപാടി ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്ത് ഒരുപാട് സ്നേഹം കൊടുത്ത് 36 വർഷങ്ങൾക്ക് ശേഷം പടിയിറങ്ങിയപ്പോൾ കുട്ടികളൊക്കെ ആകെ വിഷമിച്ച് ഒരവസ്ഥയുണ്ട്. ടീച്ചർ എന്തായാലും ആ വിഷമമൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് കുടുംബത്തിൽ വളരെയധികം കൂടുതൽ ഫേസ്ബുക്കിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആളുകളുമായി കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ടീച്ചറിൻ്റെ ചെറുപ്പത്തിലുള്ള ആ ഒരു എഴുത്തിൻ്റെ ഓർമ്മകളായിരിക്കാം, അച്ഛൻ അമ്മയുടെ ഓർമ്മകളായിരിക്കാം, ടീച്ചറുടെ പൂതന്നൂരുന്ന ഗ്രാമത്തിൻ്റെ ഓർമ്മകളായിരിക്കാം. എല്ലാ ഓർമ്മകളും ചേർത്ത് വെച്ചപ്പോൾ അത് വലിയൊരു പ്രബന്ധമായി മാറി. ടീച്ചറുടെ ബുക്കുകൾ 2 അച്ചടിച്ചിറക്കി, ഒരെണ്ണം ഇങ്ങനെ പ്രസാദത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ടീച്ചറിനും കുടുംബത്തിനും ഒത്തിരി നല്ല ദിവസങ്ങൾ നേർന്നുകൊണ്ട് ഈ മധുരമിഠായി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. മധുരമിഠായി എന്ന ഈ യൂട്യൂബ് ചാനൽ സാഹിത്യകാരന്മാർക്കും സമൂഹമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന വ്യക്തികൾക്കും കുട്ടികൾക്കായാലും യുവജനങ്ങൾക്കും എല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു ചാനലാണ്. ഇതിൻ്റെ നിർമ്മാതാവ് ബിനോയ് സാർ, അദ്ദേഹം നമ്മളോട് സൗഹൃദപരമായി പെരുമാറുന്നു. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കാൻ ഈ ചാനലിലൂടെ നമുക്ക് വളരെ ഫലപ്രദമാണ്. അപ്പോൾ നിങ്ങളേവരും ഈ മധുരമിഠായി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കഴിവുകൾ പങ്കുവയ്ക്കണമെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെടുകയും ചെയ്താൽ നമ്മളും ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഒരു കണ്ണിയാവാൻ ഈ മധുരമിഠായിയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. മധുരമിഠായി ഇങ്ങനെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നു കേട്ടപ്പോൾ ആദ്യം ഞാനിങ്ങനെ പേടിച്ചു. എന്താണ് പറയുക, എൻ്റെ പുസ്തകങ്ങളാണെങ്കിൽ തപ്പിയിട്ടൊന്നും എനിക്ക് കിട്ടിയതുമില്ല. എങ്കിലും ഞാൻ കുറേ എണ്ണം ശേഖരിച്ച് വെച്ചു. അദ്ദേഹം വരുമ്പോൾ എഴുതണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലോ, നമ്മളുടെ കഴിവുകൾ എഴുതി തെളിയിക്കണമല്ലോ. അങ്ങനെ ഞാൻ കുറേ പാട്ടുകളും എല്ലാം എഴുതി വെച്ചു. അങ്ങനെ ലാസ്റ്റ് 4 ദിവസം മുമ്പാണ് മധുരമിഠായിയെക്കുറിച്ച് ഒരു 4 വരി പാട്ട് എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്ന് വിചാരിച്ച് ഞാൻ എഴുതിയതാണ്. ഈ 4 വരി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. മധുരത്തിൻ തേനിൽ ചാർത്തി മധുവൂറും മിഠായി, മനം നിറയ്ക്കും മിഠായി, മധു നിറയ്ക്കും മിഠായി. മധുരത്തിൻ തേനിൽ ചാർത്തി മധുരമൂറും മിഠായി, മനസ്സിലുള്ള മോഹങ്ങൾക്കു മധുരം കൂട്ടണ മിഠായി, മധുരമിഠായി. ഹായ് ഹായ് മധുരമിഠായി. ഉള്ളതു ചൊല്ലും മിഠായി, ഉള്ളം കവിയും മിഠായി, വാങ്ങാൻ കിട്ടില്ലേ മിഠായി, വാക്കാൽ ചൊല്ലണ മിഠായി. വാടാതങ്ങനെ തേങ്ങൊലിയായി വാരി വിതരണ മിഠായി, മധുരമിഠായി. കുപ്പിയിലല്ലി മിഠായി, കുട്ടയിലല്ലി മിഠായി, കൊച്ചു കിനാക്കളെ തൊട്ടു തലോടണ കൊച്ചു മിഠായി, ഇത് മധുരമിഠായി. കുപ്പിയിലല്ലി മിഠായി, കുട്ടയിലല്ലി മിഠായി, കൊച്ചു കിനാക്കളെ തൊട്ടു തലോടണ കൊച്ചു മിഠായി, ഇത് മധുരമിഠായി, മധുരമിഠായി. താങ്ക് യു. ഇതോടെ എനിക്ക് ഇത്രയും സമയം ഈ ചാനലിന് വേണ്ടി എനിക്ക് സമയം തന്നതിന് മധുരമിഠായി ചാനലിനോട് നന്ദി പറയുന്നു. താങ്ക് യു. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപൂ വിടരട്ടെ.